അലമാരയുടെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾ അവളുടെ ടീഷർട്ട് അല്പം മുകളിലേക്ക് ഉയർത്തി. നേരത്തെ അവൻ കടിച്ചതിൻ്റെ ചുവന്ന അടയാളം അവളുടെ വയറിൽ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അവൾ നാണത്തോടെ അതിലൊന്ന് തലോടി. അവളുടെ നോട്ടം അവളുടെ പൊക്കിൾ ചുഴിയിൽ വന്നെത്തിയതും വിറയലോടെ അവൾ ഡ്രസ്സ് താഴ്ത്തിയിട്ടു. അപ്പോഴും അവളുടെ ശരീരം കിതയ്ക്കുന്നതുപോലെ അവൾക്ക് തോന്നി. അവളുടെ ചുടികളിൽ നാണത്തോടെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവൾ അതേ ചിരിയോടെ രാവിലെ ഇട്ട ചുരിദാർ എടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പോകാം. പുറകിൽ നിന്നും അവളുടെ ശബ്ദം കേട്ട അവൻ അവളെ തിരിഞ്ഞു നോക്കി. രാവിലെ ഇട്ട റെഡ് കളർ ചുരിദാറാണ് അവളുടെ വേഷം. പക്ഷേ അവൾ മുഖം താഴ്ത്തിയാണ് നിൽക്കുന്നത്. കൈകൾ തമ്മിൽ കോർക്കുകയും അഴിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് അവന് ചിരി വന്നു. അവൻ ചിരിയോടെ അവൾക്ക് മുന്നിൽ വന്നു നിന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തി. അപ്പോഴും അവൾ കണ്ണുകൾ താഴ്ത്തി തന്നെ പിടിച്ചിരുന്നു. എന്നെ നോക്ക് മിത്ര, അവൻ ആർദ്രമായ ശബ്ദത്തോടെ അവളോട് പറഞ്ഞു. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. അവൻ മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. അവളുടെ മുഖം ചുവക്കുന്നത് കണ്ട് അവനൊന്ന് ചിരിച്ചു. എന്താണ് ഭാര്യയെ ഇങ്ങനെ ചുവന്നു തുടുത്ത ആപ്പിൾ പോലെ നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ നിന്ന് എൻ്റെ കൺട്രോൾ കളഞ്ഞ് എന്നെക്കൊണ്ട് വേണ്ടാത്തൊന്നും ചെയ്യിപ്പിക്കരുത് നീ, അവൻ കുറുമ്പോടെ പറഞ്ഞു. അവൾ അവനെ മിഴിച്ചു നോക്കി. അവൻ ചിരിയോടെ അവളുടെ കവിളിൽ ഒന്ന് തട്ടി. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൻ്റെ നോട്ടവും ആ കണ്ണുകളിൽ തന്നെ തങ്ങി നിന്ന നിമിഷം അവൻ്റെ മുഖം വീർത്തു. അവൻ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. എന്താ? അവൻ്റെ വീർത്ത മുഖം കണ്ട് അവൾ പതർച്ചയോടെ ചോദിച്ചു. വാ. അവൻ അവളുടെ കൈയും പിടിച്ച് അവൻ്റെ റൂമിലേക്ക് വന്ന് അവളെ പിടിച്ചിരുത്തി. അവൻ അപ്പുറത്തെ റൂമിലേക്ക് പോകുന്നതും തിരിച്ച് എന്തോ ഒരു സാധനവുമായി വരുന്നതും അവൾ കണ്ടു. അവൻ അത് അവൾക്കടുത്ത് ബെഡിലായി വെച്ചു. അവൾ അതിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. കണ്ണെഴുത്, ഇത് ഞാൻ അതിനു വേണ്ടി വാങ്ങിച്ചു വെച്ചതല്ലേ, അവൻ ഐലൈനർ ബോട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. അപ്പോഴും ആ മുഖം വീർത്തു തന്നെയിരുന്നു. അവൻ പറഞ്ഞത് മനസ്സിലാകാതെ അവനെ തന്നെ നോക്കിയിരുന്നു. എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? കണ്ണെഴുതും മിത്ര, ഈ കണ്ണ് അങ്ങനെ കാണാനാ കൂടുതൽ ഭംഗി. രാവിലെ കാശി വിളിച്ച ടെൻഷൻ ഉണ്ടായിരുന്നു, കൂടെ നിന്നെ കണ്ണെഴുതാതെ കൂടി കണ്ടതുകൊണ്ടാ ഞാൻ ദേഷ്യപ്പെട്ടത്, അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ വായും തുറന്ന് നോക്കിപ്പോയി. കണ്ണൊന്ന് എഴുതുവോ? അവൻ ചോദിച്ചു. അവൾക്ക് ചിരി വന്നു. അവൻ്റെ ഭാവം കണ്ടവൾ ആ ബോട്ടിലെടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി. എഴുതിത്താ, അവൾ കൊഞ്ചലോടെ പറഞ്ഞു. അവൻ്റെ കണ്ണ് മിഴിഞ്ഞു. ഞാനോ? എനിക്കൊന്നും അറിയില്ല, നീ എഴുത്, അവൻ പറഞ്ഞു. എന്നാ ഞാൻ എഴുതില്ല, അവൾ വാശി പിടിച്ചു. എനിക്കറിയാത്തതുകൊണ്ടാണ്, അവൻ ദയനീയമായി അവളോട് പറഞ്ഞു. എന്നാ വേണ്ട, വാ നമുക്ക് പോവാം, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇരിക്കെ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൻ ബോട്ടിൽ തുറന്ന് അത് കയ്യിലെടുത്തു. അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. എഴുതിയിട്ട് കൊള്ളായ എന്നെ പറയരുത്, അവൻ ആദ്യമേ പറഞ്ഞു വെച്ചു. ഇല്ല, പറയില്ല, അവൾ ചിരിയോടെ പറഞ്ഞു. എന്നാ കണ്ണടക്കി, അവൻ പറഞ്ഞു. അവൾ കണ്ണുകൾ അടച്ചു. കണ്ണിനു മുകളിൽ പടരുന്ന തണുപ്പിൽ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. കഴിഞ്ഞു, ഇനി കണ്ണു തുറന്നോ, 2 കണ്ണിനു മുകളിലും വരച്ചു കഴിഞ്ഞ ശേഷം അവൻ അവളോട് പറഞ്ഞു. അവൾ പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി. പതിയെ തുറക്ക്, ഉണങ്ങിയില്ല, അവൻ ആകുലതയോടെ അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അതിലേക്ക് പതിയെ ഊതി. മിത്ര പൊട്ടി വന്ന ചിരി ചുണ്ടുകൾ കൊണ്ട് അടക്കി പിടിച്ചു. വലിയ എന്തോ കാര്യം ചെയ്തതുപോലെയാണ് അവൻ്റെ കാട്ടിക്കൂട്ടൽ. അവൾ ചിരിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയുണ്ട്? അവൻ്റെ നോട്ടം കണ്ടതും അവൾ ചോദിച്ചു. കൊള്ളാം, അവൻ വിടർന്ന മുഖത്തോടെ പറഞ്ഞു. അപ്പോൾ താഴെ എഴുതണ്ടേ? എഴുതിത്താ, അവൾ കുറുമ്പോടെ പറഞ്ഞു. മിത്ര പ്ലീസ്, എനിക്കറിയില്ല, അവിടെ നീ എഴുതാറിയാത്തോണ്ടാ, അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് പോയി. അവൾ ചിരിയോടെ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. അത്യാവശ്യം വൃത്തിയിൽ തന്നെ അവൻ അവളുടെ കണ്ണുകൾ കറുപ്പിച്ചിട്ടുണ്ട്. അവൾ പുഞ്ചിരിയോടെ താഴെ കൺമഷി എഴുതി ഐലൈനർ കൊണ്ട് കറുപ്പിച്ചു. അപ്പുറത്തെ റൂമിൽ പോയി അവിടെ നിന്നും സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചെറുതായി സിന്ദൂരം ചാർത്തി. പുറത്തേക്ക് ഇറങ്ങി വരുന്ന മിത്രയെ ശിവ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. അവൾ അത്രയേറെ സുന്ദരിയായിരിക്കുന്നത് പോലെ അവന് തോന്നി. എങ്ങനെയുണ്ട് ശിവേട്ടാ? അവന് മുന്നിൽ വന്നു നിന്ന് അവൾ സന്തോഷത്തോടെ ചോദിച്ചു. കുഴപ്പമില്ല, അത്രയും പറഞ്ഞുകൊണ്ട് ഡോർ ലോക്ക് ചെയ്ത് അവൻ മുറ്റത്തേക്ക് നടന്നു. പോടാ, അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. എന്താടി? അവൾ വിളിക്കുന്നത് കേട്ട് ചിരി വന്നെങ്കിലും അവൻ ഗൗരവത്തോടെ ചോദിച്ചു.
അവൾ ഒന്നുമില്ലെന്ന് ചുമലനക്കി. കയറാൻ നോക്ക്, അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ തലകുലുക്കി സൈഡ് തിരിഞ്ഞ് വണ്ടിയിലിരുന്നു. ശിവയുടെ മുഖം വീണ്ടും വീർത്തു. അവൻ ദേഷ്യത്തോടെ വണ്ടി സ്പീഡിൽ മുന്നോട്ടെടുത്തു. അവളുടെ കൈകൾ അവന്റെ തോളിൽ പിടിമുറുക്കി. അവൾക്കെന്താ രണ്ടു ഭാഗം ഇരുന്ന് എന്റെ വയറ്റ് ചുറ്റിപ്പിടിച്ച? അവൻ ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിച്ചു. അവൻ പോലും അറിയാതെ അവനിലെ റൗഡിക്ക് മുകളിൽ അവളുടെ കാമുകനായും ഭർത്താവായും കുഞ്ഞായും മാറുകയായിരുന്നു ശിവദത്തൻ. ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ അവൻ അവളെ കൊണ്ട് ആദ്യം പോയത് ഹോട്ടലിലേക്കാണ്. അവൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് മുഴുവൻ അവൻ സ്വയമേ ഓർഡർ ചെയ്തു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കിയിരുന്നു. പ്രണയിക്കുന്ന സമയത്ത് ഒരിക്കൽ ദത്തേട്ടൻ ചോദിച്ചിരുന്നു ഇഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ച്. കുഴിമന്തി അൽഫാമായിരുന്നു തൻ്റെ ഫേവറേറ്റ്. അത് പറഞ്ഞപ്പോൾ അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതാണ് വാങ്ങി തന്നിരിക്കുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. അവനത് കാണുന്നുണ്ടായിരുന്നെങ്കിലും കാണാത്തതുപോലെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞിട്ടും അവൾ അവനെ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ അവൻ അവളെ ഒന്ന് കലിപ്പിച്ചു നോക്കി. അതോടെ അവൾ പെട്ടെന്ന് തല താഴ്ത്തി കഴിച്ചെഴുന്നേറ്റു. അവനും കഴിച്ചു കഴിഞ്ഞ് അവൾക്കൊപ്പം പോയി കൈ കഴുകി ബില്ലടച്ച് പുറത്തേക്ക് നടന്നു. ഇനി എവിടേക്ക് പോകുന്നത് ദത്തേട്ടാ? അവൾ ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. അവളുടെ വിളി കേട്ട് അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൻ്റെ നോട്ടം കണ്ടപ്പോഴാണ് ദത്തേട്ടൻ എന്നാണ് വിളിച്ചതെന്ന് അവൾ തന്നെ ഓർക്കുന്നത്. സോറി, അവൾ പറഞ്ഞു. ഗൗരവത്തോടെയുള്ള ഒരു മൂളലായിരുന്നു അതിന് മറുപടി. അവൻ വണ്ടി സ്റ്റാർട്ടാക്കി അവളെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ കയറിയിരുന്ന് അവൻ്റെ തോളിൽ പിടിച്ചു. അവളുടെ മുഖം വാടിയിരുന്നു. ആദ്യം തൊട്ടേ ദത്തേട്ടെന്നാ തനിക്ക് മാത്രം വായിൽ വരുന്നത്. എല്ലാവരും ശിവേട്ടാന്ന് വിളിക്കുമ്പോഴും തനിക്ക് തൻ്റെ ദത്തേട്ടനായിരുന്നു. പെട്ടെന്നൊരു ദിവസം ദത്തേട്ടാന്ന് വിളിക്കണ്ട, ശിവ എന്ന് വിളിച്ചാൽ മതിയെന്ന്. ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ശിവേട്ടാന്ന് വിളിക്കാൻ. നാവാ വിളി അംഗീകരിക്കാത്തതുപോലെ. ആ ഒരു വിളിയിൽ തന്നെ ഒരുപാട് അകൽച്ച ഫീൽ ചെയ്യുന്നത് പോലെ, തൻ്റെ ആരും അല്ലാത്ത ഒരാളെ വിളിക്കുന്നത് പോലെ തോന്നുന്നു. അവൻ്റെ പുറകിലിരിക്കുമ്പോൾ അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. കണ്ണിൽ എന്തിനോ നീർ പൊടിഞ്ഞു. പെട്ടെന്ന് തന്നെ അവ കർച്ചീഫ് കൊണ്ടവൾ ഒപ്പിമാറ്റി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് മതി, അവൾ മനസ്സിൽ ചിന്തിച്ചു. അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവൾ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. മിററിലൂടെ അവളെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന അവനും കണ്ടിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞത്. ചേച്ചേ, അപ്പോഴത്തെ സന്തോഷത്തെ വിളിച്ചതല്ലേ അവള്. അല്ലെങ്കിലും അവൾക്ക് തന്നെ ദത്തേട്ടെന്ന് വിളിക്കാനാണ് ഇഷ്ടം. തനിക്ക് അവൾ അത് വിളിക്കുന്നത് കേൾക്കുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ മനസ്സിലിപ്പോഴും അവൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് വാക്കുകളാൽ കുത്തിനോവിച്ച കാര്യങ്ങൾ അലയടിക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ അവളുടെ ഈ കണ്ണുനീർ കാണുമ്പോൾ ഒരു പുച്ഛവും തോന്നും ഇടയ്ക്ക്. ഇതിനേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. നീ മാത്രമല്ലേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടിട്ട് പോയപ്പോൾ ഞാനതെങ്ങനെ സഹിക്കുമെന്ന് നീ ഓർത്തില്ലല്ലോ. എല്ലാം എന്നോട് പറയായിരുന്നില്ലേ? ഒന്നും പറയാതെ എന്തിനാ എന്നെ എങ്ങനെ വേദനിപ്പിച്ചത്? ബുള്ളറ്റ് മുന്നോട്ട് ചലിക്കുമ്പോഴും അവൻ ഇടയ്ക്കിടയ്ക്ക് മിററിലൂടെ അവളെ നോക്കിക്കൊണ്ട് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. സിനിമാ തിയേറ്ററിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അവൻ അവളെ നോക്കി. ഇറങ്ങ്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് വേഗം താഴെ ഇറങ്ങി. അവൻ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു. അവൾ അവനെ നോക്കി അന്തം വിട്ട് അവിടെ തന്നെ നിന്നു. പുറകിൽ അവളുടെ അനക്കമൊന്നും അറിയാഞ്ഞതും സംശയത്തോടെ അവൻ അവളെ തിരിഞ്ഞു നോക്കി. അവൻ ബൈക്ക് പാർക്ക് ചെയ്തെടുത്ത് തന്നെ നിന്ന് അവൻ പോകുന്ന വഴിയിലേക്ക് അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു അവൾ. അവന് ദേഷ്യം വന്നു. ഇവളെന്താ പൊട്ടിയാണോ? അവിടെ നിൽക്കുന്നത് നോക്ക്, വായം തുറന്നു പോത്ത്, കലിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് തിരിഞ്ഞു നടന്നു. എന്താടി ഇവിടെ തന്നെ നിൽക്കുന്നത്? ഇവിടെ വായം തുറന്ന് നിൽക്കാനാണോടി പോത്ത് എങ്ങോട്ട് കെട്ടിയെടുത്തേ? ചോദിക്കുന്നതിനൊപ്പം അവൻ അവളുടെ തലയിൽ ചെറുതായൊന്ന് കൊട്ടി. പുറകിൽ നിന്നും 3-4 ചെറുപ്പക്കാരുടെ കളിയാക്കിയുള്ള ചിരി കേട്ടതും അവൻ പെട്ടെന്ന് അവരെ തിരിഞ്ഞു നോക്കി. അവർ മിത്രയെ നോക്കി കളിയാക്കുന്നത് പോലെ ഒന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അവൻ അവളെ വിളിച്ചതും അവളുടെ തലയിൽ കൊട്ടിയതും അവർ കണ്ടിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ തിരിഞ്ഞ് മിത്രയെ നോക്കി. തല താഴ്ത്തി നിൽക്കുകയായിരുന്നു അവൾ അപ്പോൾ. എടി വാ, നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? എൻ്റെ പുറകെ വന്നൂടായിരുന്നു നിനക്ക്? അവൻ സൗമ്യമായി അവളോട് ചോദിച്ചു. അവൾ മറുപടി പറയാതെ തല താഴ്ത്തി അങ്ങനെ തന്നെ നിന്നു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അവൻ ആ നിറഞ്ഞ മിഴികളിലേക്ക് തന്നെ നോക്കി നിന്നു. അവന് സങ്കടം തോന്നി. വണ്ടി നിർത്തിയിട്ട് മുന്നോട്ട് നടന്നപ്പോൾ കൂടെ അവളില്ലാന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നിട്ടാ ചെറുതായി ഒച്ചയെടുത്തത്. പതുക്കെ പറഞ്ഞിട്ടുള്ളൂ. പുറകിൽ അവന്മാർ നിൽക്കുന്നത് കണ്ടിരുന്നില്ല. തലയ്ക്ക് കൊട്ടിയത് അവൾക്ക് വേദനിച്ച് കാണില്ല. അത്രയും പതുക്കെയാണ് ചെയ്തത്. ഇത് അവന്മാർ കേട്ടിട്ട് കളിയാക്കിയതിലുള്ള സങ്കടമാണ്. അവൻ അവളുടെ കയ്യിൽ നിന്നും
കർച്ചീഫ് പിടിച്ചു വാങ്ങി. അവൾ ഒന്നും മിണ്ടിയില്ല. ഐലൈനർ പുറത്തേക്ക് പടർന്നത് അവൻ പതുക്കെ തുടച്ചു കൊടുത്തു. അതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കരയണ്ട, നിന്നെ പെട്ടെന്ന് പുറകുന്ന് കാണാത്തതുകൊണ്ട് ടെൻഷനായി. നീ ഇവിടെ തന്നെ നിൽക്കുന്ന കണ്ടപ്പോൾ ദേഷ്യം വന്നു, അതുകൊണ്ടാ, സോറി, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ വെറുതെ തലകുലുക്കി. ഇങ്ങനെ കണ്ണ് നിറയ്ക്കല്ലേ, ആ കണ്ണിൽ എഴുതിയതൊക്കെ പടരുട്ടോ, പിന്നെ കാണാൻ ഒരു കോലവും കാണില്ല, അവൻ കുസൃതിയോടെ പറഞ്ഞു. അവൾ എന്നിട്ടും മറുപടി ഒന്നും പറഞ്ഞില്ല. കരയില്ലേ പെണ്ണെ, പെട്ടെന്ന് അറിയാതെ പറഞ്ഞതാടി, പുറകിൽ ആ കുരുപ്പോടുള്ളത് ഞാൻ കണ്ടില്ലല്ലോ. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അവൾ ഒന്ന് മൂളി. എന്തുക്കും? അവൻ അവളെ കളിയാക്കി. ഞാനിങ്ങനെ സിനിമ കാണാനൊന്നും വന്നിട്ടില്ല ശിവേട്ട. കുഞ്ഞായിരുന്നപ്പോഴോ മറ്റോ വന്നിട്ടുണ്ട്, അല്ലാതെ ഞാൻ പോയിട്ടില്ല. അച്ഛയ്ക്ക് അങ്ങനെ വരുന്നൊന്നും ഇഷ്ടമില്ല. പക്ഷേ എന്നോട് ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ ഭദ്ര നിർബന്ധിച്ചുകൊണ്ട് അവളുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം വന്നിട്ടുണ്ട്. അന്ന് ഭദ്ര എൻ്റെ കൈവിടാതെ കൂടെ ഉണ്ടായിരുന്നു. പേടിയൊന്നും ആയിരുന്നില്ല എനിക്ക്. ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും വരാത്തതുകൊണ്ടുള്ള പരിചയക്കുറവ്. സോറി. ശിവേട്ടൻ മുന്നിൽ പോയപ്പോൾ എന്നെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകുകയെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഇപ്പോൾ വരുമെന്ന് കരുതി. വിളിക്കാതെ പുറകെ വന്ന വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ. സോറി, അവൾ പതിയെ പറഞ്ഞു. അവന് പാവം തോന്നി. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ട് തന്നെ അവൾ അല്പം ഉൾവലിഞ്ഞ സ്വഭാവക്കാരിയാണ്. ഭദ്ര എപ്പോഴും ഇവളെ പേടിത്തൊണ്ടിന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു. കുറുമ്പിയാണ്, എന്നാലും ഒറ്റപ്പെട്ടു പോയൊരു പെൺകുട്ടിയായിരുന്നില്ലേ മിത്ര. അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെയല്ലേ ആവും. സാരല്ല, വാ, ഇനി എൻ്റെ കൂടെ തന്നെ നടക്കണം കേട്ടോ, അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ തല കുലുക്കി. ഒരു സീറ്റിൽ അവളെ ഇരുത്തി തൊട്ടപ്പുറത്തുള്ള സീറ്റിൽ അവനും ഇരുന്നു. ബാക്കിയുള്ള സീറ്റുകളിൽ അങ്ങേ തലക്കിലാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ മിത്രയുടെയും ശിവയുടെയും അടുത്തായി ആരുമുണ്ടായിരുന്നില്ല. ഒരു സെൽഫി എടുക്കാം, അവൻ ചോദിച്ചു. അവൾ വിടർന്ന കണ്ണുകളോടെ തലയാട്ടി. അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നിരുന്ന് 1-2 സെൽഫി എടുത്തു. അവൻ അവളിൽ നിന്നും അകന്ന് നേരെയിരുന്നു. മിത്രയും മുന്നിലേക്കൊക്കെ നോക്കി സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. ഇവളുടെ സങ്കടമൊക്കെ ഇത്ര പെട്ടെന്ന് തീർന്നോ? അവൻ പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് നേരത്തെ എടുത്ത ഫോട്ടോയിൽ അവളെ മാത്രം സൂം ചെയ്തു നോക്കി. എന്തൊരു സുന്ദരി എൻ്റെ പെണ്ണ്, അവൻ ചിരിയോടെ മനസ്സിൽ ചിന്തിച്ചു. നിഷ്കളങ്കതയോടെ ഫോണിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന അവളുടെ ആ ഫോട്ടോ അവൻ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞതും അപ്പുറത്തായി ആളുകൾ വന്നിരിക്കുന്നത് അവനറിഞ്ഞു. ഇപ്പോൾ നന്നായി തന്നെ ആളുകളുണ്ട് ചുറ്റും. നല്ല ഒരു സിനിമയായിരുന്നു. മിത്ര ആസ്വദിച്ച് കാണുന്നുണ്ട്. നല്ല സിനിമയായതുകൊണ്ട് തന്നെ ആളുകളും ഒരുപാടുണ്ട്. അവൻ അവളുടെ മുഖത്തേക്ക് ചിരിയോടെ ഒന്ന് നോക്കി മുന്നോട്ട് നോക്കിയിരുന്നു. സിനിമയിൽ ഇപ്പോൾ ഒരു പാട്ടാണ്. ആ വരികൾ അവസാനിക്കുമ്പോൾ അവൻ്റെ നോട്ടം അവളുടെ കട്ടിയുള്ള ചുണ്ടിലെത്തിയതും ശിവയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി തെളിഞ്ഞു വന്നു. ആ പാട്ടിലെ ഓരോ വരികളും അവൻ്റെ മാത്രമല്ല, അവളുടെ നോട്ടവും അവനിൽ തന്നെ കൊണ്ടെത്തിച്ചു. തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കാണെ മിത്ര അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. രണ്ടുപേരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. അതിലെ വരികൾ അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതുപോലെ തോന്നി അവർക്ക്. മിത്ര ചിരിയോടെ അവനിൽ നിന്നും മുഖം മാറ്റി മുന്നോട്ട് നോക്കിയിരുന്നു. രണ്ടുപേരുടെയും ഉള്ളിലൂടെ അവരുടെ പ്രണയകാലം ഒരുപോലെ നിറഞ്ഞു നിന്നു. അത്രയും സ്നേഹത്തോടെ അവളെ നെഞ്ചോട് ചേർത്തത്, നെറുകയിൽ ചുംബിച്ചത്, ഒരു കുഞ്ഞിനെ പോലെ സ്നേഹിച്ചത്, എല്ലാം അവരുടെ ഉള്ളിലൂടെ കടന്നുപോയി. ഇപ്പോഴുള്ള ആ വരി കേട്ടതും രണ്ടുപേരുടെയും ഹൃദയം ഒരുപോലെ മിടിച്ചുകൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞതും അവളുടെ കൈകൾക്കുള്ളിൽ മറ്റൊരു കൈ അമരുന്നത് അവൾ അറിഞ്ഞു. അവൻ ഒന്നുകൂടി അവളോട് ചേർന്നിരുന്നു കൊണ്ട് അവളുടെ വിരലുകളെ കോർത്തു പിടിച്ചു. മിത്ര പുഞ്ചിരിയോടെ അവനെ നോക്കി. അവൻ പെട്ടെന്ന് അവളുടെ കൈകൾ അങ്ങനെ തന്നെ ഉയർത്തി അവയിൽ അമർത്തി ചുംബിച്ചു. മിത്ര പിടച്ചിലൂടെ അവനെ നോക്കി. ഈ മുഖം മൂടി നിന്റെ മുന്നിൽ വീണുടയുന്ന നിമിഷം നിന്നെ ഞാൻ എൻ്റെ മാത്രമാക്കും ശ്രീ. അതിനിനി അധികം താമസമില്ല എന്ന് അവൻ്റെ ഹൃദയം പ്രണയത്തോടെ മുഴിഞ്ഞുകൊണ്ടിരുന്നു. സിനിമ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതും ശിവ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. ഇവിടെ നിൽക്ക്, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം, വേറെ എങ്ങോട്ടും പോകരുത്, അവൻ പറഞ്ഞുകൊണ്ട് പാർക്കിങ്ങിലേക്ക് നടന്നു.
അവൻ്റെ ബുള്ളറ്റ് മുന്നിൽ വന്നു നിന്നതും അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ കാലുകൾ രണ്ടു ഭാഗത്തേക്കും ഇട്ടുകൊണ്ട് അതിൽ കയറിയിരുന്ന് അവൻ്റെ വയറിലൂടെ കൈചുറ്റി അവൻ്റെ പുറത്ത് മുഖം അമർത്തി വെച്ചു. ശിവ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് സന്തോഷത്തോടെ അവളുടെ കയ്യിലൊന്ന് അമർത്തിക്കൊണ്ട് ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. തുടരും.